എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ചെയ്ത ഒരു സ്റ്റീരിയോ ആംപ്ലിഫയറിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പാനൽ നോക്കാം. ഫ്രണ്ട് പാനൽ ചെയ്തിരിക്കുന്നത് ബ്ലാക്ക് വിത്ത് വൈറ്റ് അക്രിലിക് ഷീറ്റിലാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു യെല്ലോ ബോർഡർ ലൈനും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ഇതിൻ്റെ പവർ സ്വിച്ച് വരുന്നത്. ഇവിടെ USB പോർട്ടാണ്. ഇത് വോളിയം മാസ്റ്റർ വോളിയം കൺട്രോളാണ്. ഈ കാണുന്നത് USB പാനലിൻ്റെ എൻകോഡർ കൺട്രോളാണ്. അടുത്തത് ഇതിൻ്റെ ടോൺ കൺട്രോൾ സെക്ഷനാണ്. ഇത് ബേസ്, ഇത് ട്രിബിൾ, ഇത് ബാലൻസ്. ഇത് മൂന്നും യൂസ് അല്ല. ഇത് 5.1-ൻ്റെ ഒരു ക്യാബിനറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും കൺട്രോൾസ് ഇതിൽ വരുന്നത്. അടുത്തത് ഇതിൻ്റെ സോഴ്സിൻ്റെ സെലക്ഷനാണ്. ഓഡിയോ സെലക്ഷൻ, TV, USB, DVD. ഇത് നമ്മൾ ഇവിടെ ഉപയോഗിക്കാതെ ഇതിന് ബാക്കിൽ ഒരു കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. റിലേ ഉപയോഗിച്ചാണ് ഇതിൻ്റെ സോഴ്സ് സെലക്ട് ആക്കുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓൺ ചെയ്ത് നോക്കാം. വോളിയം കൺട്രോളിൽ ഒരു ബ്ലൂ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇത് LED വ്യൂ മീറ്ററിൻ്റെ ഏരിയയാണ്. ഇത് ബ്ലൂടൂത്ത്. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയർ ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റ് ട്രാൻസ്ഫോമർ നോക്കാം. ട്രാൻസ്ഫോമറിൽ ഞാൻ തന്നെ വൈൻഡ് ചെയ്തെടുത്താണ്. 4 ഇഞ്ച് കോറിൽ ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്ഫോമറാണ്. അതിൽ 2 മെയിൻ ടാപ്പിംഗ് ആണ് വരുന്നത്. ഒന്ന് 42042 10 ആംപിയറും 27027 8 ആംപിയറാണ് 2 മെയിൻ ടാപ്പിംഗ്. ബാക്കി വരുന്നതെല്ലാം ഓക്സിലറി സപ്ലൈ ആണ്. അതിൽ 15015 2 ആംപിയർ, 12012 1 ആംപിയർ, 012 1 ആംപിയർ. ഇത്രയും ടാപ്പിംഗ് ആണ് ഇതിൽ നിന്നും എടുത്തിട്ടുള്ളത്. ഇതാണ് സെക്കൻഡറി ഓക്സിലറി സപ്ലൈയുടെ പവർ സപ്ലൈ ബോർഡ്. അടുത്തത് ഇതിൻ്റെ മെയിൻ പവർ സപ്ലൈ ബോർഡാണ്. കപ്പാസിറ്റേഴ്സ് എല്ലാം ഓഡിയോ ഗ്രേഡ് കപ്പാസിറ്റേഴ്സ് ആണ്. എൽനയുടെ ഓഡിയോ ഗ്രേഡ് കപ്പാസിറ്റേഴ്സ് ആണ്. 10,000 മൈക്രോഫാരഡ് 80 വോൾട്ടാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന കപ്പാസിറ്റേഴ്സ്. അടുത്തത് ടോൺ കൺട്രോളാണ്. അത് ഈ അക്രിലിക് ഷീറ്റിൽ തന്നെയാണ് ഡയറക്റ്റ് ഫിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അത്രയും വയറിങ് കുറഞ്ഞിരിക്കും, നോയ്സും ഒട്ടും ഉണ്ടാവില്ല. ഈ കാണുന്നത് എൻ്റെ ബ്ലൂടൂത്ത് പാനലാണ്. ഇതിൽ ഒരു വ്യൂ മീറ്ററും കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്നത് ഇതിൻ്റെ സ്റ്റീരിയോ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. അടുത്തത് ഇതിൻ്റെ പവർ ആംപ്ലിഫയർ സൈഡാണ്. ഇതിൽ ഉപയോഗിച്ചിരുന്ന IC STK ആണ്. STK 4241 ആണ് ഇതിൽ ഉപയോഗിച്ചിരുന്നത്. ഒരു ചാനൽ 120 വാട്ട്സ് ആണ്. അങ്ങനെ 120 + 120 ആണ് ഈ ആംപ്ലിഫയറിൻ്റെ വാട്ട്സ്. അടുത്തത് എക്സോസ്റ്റ് ഫാനിൻ്റെ ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യുന്ന ബോർഡും ഈ ഹീറ്റ് സിങ്കിലാണ് അറ്റാച്ച് ചെയ്യുന്നത്. അപ്പോൾ ഹീറ്റ് അനുസരിച്ച് ഈ ബോർഡ് ഫാൻ വർക്ക് ചെയ്യും. ഇതിൻ്റെ ഫ്രീസെറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ സെൻസിറ്റിവിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഈ കാണുന്നത് ഇതിൻ്റെ HDMI ARC ഇൻപുട്ടാണ്. HDMI ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്നും ഓഡിയോ ഔട്ടും കിട്ടും. അതേപോലെ തന്നെ HDMI ഔട്ടും ഇതിൽ നിന്നും എടുക്കാൻ പറ്റും. ഇതിൻ്റെ പവർ സപ്ലൈ എന്ന് പറയുന്നത് 5 വോൾട്ട് 1 ആംപിയർ ആണ്. ഇനി നമുക്കിതിൻ്റെ ബാക്ക് വ്യൂ നോക്കാം. ഇത് HDMI ഇൻപുട്ടാണ്. ഇത് ഓഡിയോ ഔട്ട്, ഇത് ഇൻപുട്ട് സെലക്ടർ. ഇതിന് ബാക്ക് വ്യൂവിൽ ഈ ലേബിളിങ്ങിൽ ചെറിയ വ്യത്യാസമുണ്ട്. കാരണം ഇത് 5.1-ൻ്റെ ക്യാബിനറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും ലേബിളിംഗ് വന്നിട്ടുള്ളത്. ഇതിൽ ഈ 2 നമുക്ക് ഓക്സിലറി ഇൻപുട്ടാണ്. ഇത് ആമ്പിൻ്റെ പ്രീ ഔട്ടാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഇത് സബിൻ്റെ ഒരു ഓപ്ഷനിലാണ്. ഇത് സബ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ സബിൻ്റെ സ്പീക്കർ കണക്ഷനും കൊടുക്കാൻ പറ്റും. ഇത് ഫാൻ, ഇത് സ്പീക്കർ ഔട്ട്പുട്ട്. ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ബാക്ക് വ്യൂവിൽ വരുന്നത്.